ഗാസയിൽ വെടിനിർത്തൽ അനിശ്ചിതത്വത്തിലാണ്. ഈജിപ്തും ഖത്തറും നടത്തിയ ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞ വെടിനിർത്തൽ കരാർ ഹമാസ് അംഗീകരിച്ചു. എന്നാൽ ഇസ്രായേൽ കരാർ തള്ളി. ഇതോടെയാണ് വെടിനിർത്തൽ അനിശ്ചിതത്വത്തിലായത്. കനത്ത ആക്രമണവുമായി ഇസ്രായേൽ ഗസയിൽ മുന്നോട്ട് പോകുമ്പോൾ ഹമാസും തിരിച്ചടി നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഹമാസ് IDFന്റെ മിലിറ്ററി ഔട്ട്പോസ്റ്റിന് നേരെ ആക്രമണം നടത്തി. ഇക്കാര്യം പിന്നീട് ഇസ്രായേൽ തന്നെ സ്ഥിരീകരിച്ചു. തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിൽ ഒക്ടോബർ 20-നായിരുന്നു ഹമാസിൻ്റെ ആക്രമണം. ആയുധധാരികളായ 15 ഹമാസ് പ്രവർത്തകരാണ് ഖാൻ യൂനിസിലെ IDF ക്യാമ്പിനെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയത്. ഇസ്രായേലിൻ്റെ ഗാസ സിറ്റി പിടിച്ചെടുക്കൽ ദൗത്യത്തിൻ്റെ ആദ്യ ദിവസമാണ് IDFനെ ഹമാസ് ആക്രമിച്ചത്. ഹമാസിൻ്റെ ആക്രമണം ഒഴിവാക്കാൻ കഴിഞ്ഞില്ലെന്ന് ഇസ്രായേൽ സമ്മതിക്കുകയും ചെയ്തു. അതിനിടെ തെക്കൻ ഗാസയിൽ ഒരു പട്ടാളക്കാരൻ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഓഗസ്റ്റ് 23-ന് തെക്കൻ ഗാസയിൽ തങ്ങളുടെ ഒരു സൈനികൻ കൊല്ലപ്പെട്ടതായാണ് ഇസ്രായേൽ സൈന്യം പ്രഖ്യാപിച്ചത്. മൈദാറിൽ നിന്നുള്ള കെഫീർ ബ്രിഗേഡിൻ്റെ ഷിംഷോൺ ബറ്റാലിയനിലെ പ്ലാറ്റൂൺ കമാൻഡറായ 20 വയസ്സുകാരൻ ലഫ്റ്റനൻറ്റ് ഒറി ഗെർലിക്കാണ് കൊല്ലപ്പെട്ടത്. ഓപ്പറേഷനിടെ അപകടത്തിൽ കൊല്ലപ്പെട്ടതായാണ് IDF പറയുന്നത്. ഒരു ഓപ്പറേഷനിടെ സ്ഫോടക വസ്തു അബദ്ധത്തിൽ പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് ഗെർലിക് മരിച്ചു എന്നാണ് IDF വ്യക്തമാക്കിയത്. ഇസ്രായേൽ പ്രതിരോധ സേന പറയുന്നത് ഇങ്ങനെയാണ്: ഖാൻ യൂനിസിലെ കെട്ടിടങ്ങൾ തകർക്കാനുള്ള ശ്രമത്തിനിടെ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചാണ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടത്. പൊട്ടിത്തെറിയുടെ കാരണം വ്യക്തമല്ല. സ്ഫോടക വസ്തു പൊട്ടിത്തെറിക്കാനുള്ള കാരണം എന്താണെന്ന് അന്വേഷിക്കുകയാണെന്നും സൈന്യം അറിയിച്ചു. ഗാസയിൽ ഹമാസിനെതിരായ കരയാക്രമണത്തിലും അതിർത്തിയിലെ സൈനിക നടപടികളിലും കൊല്ലപ്പെട്ട ഇസ്രായേലികളുടെ എണ്ണം ഇപ്പോൾ 460 ഇവരിൽ 2 പോലീസ് ഉദ്യോഗസ്ഥരും 3 പ്രതിരോധ മന്ത്രാലയ സിവിലിയൻ കോൺട്രാക്ടർമാരും ഉൾപ്പെടുന്നതായും ടൈംസ് ഓഫ് ഇസ്രായേലിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. അതിനിടെ ഗാസയുടെ സർവനാശ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായുള്ള ഇസ്രായേൽ നേതാക്കളുടെ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത് ഇതാണ്. ഗാസയിൽ വെടിനിർത്തൽ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇസ്രായേൽ നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഈജിപ്തും ഖത്തറും അമേരിക്കയും മധ്യസ്ഥത വഹിക്കുന്ന ചർച്ചയിൽ മുന്നോട്ട് വെച്ച കരാർ ഹമാസ് അംഗീകരിച്ചിരുന്നു. എന്നാൽ ഇസ്രായേൽ അതിനോട് അനുകൂല സമീപനമല്ല സ്വീകരിച്ചത്. പിന്നാലെ തങ്ങളുടെ വരുതിക്ക് വന്നില്ലെങ്കിൽ സകലത് നശിപ്പിച്ചു കളയുമെന്ന ഭീഷണി കൂടി ഇസ്രായേൽ പുറപ്പെടുവിച്ചു. ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന വ്യവസ്ഥകൾ അംഗീകരിക്കാൻ ഹമാസ് തയ്യാറായില്ലെങ്കിൽ ഗാസ നഗരം ഒന്നടങ്കം നശിപ്പിക്കുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിൻ്റെ ഭീഷണി. ഗാസ പിടിച്ചെടുക്കാനുള്ള നടപടികൾ ഇസ്രായേൽ ആരംഭിച്ചുവെന്ന അറിയിപ്പിന് പിന്നാലെയാണ് പുതിയ ഭീഷണി വന്നത്. ഗാസ നഗരത്തെ നഗരമാക്കി മാറ്റുമെന്നാണ് കാറ്റ്സ് പറയുന്നത്. റഫയുടെയും ബെയ്ത്ത് ഹാനൂനിൻ്റെയും വിധിയായിരിക്കും ഗാസ നഗരത്തിനും എന്നാണ് കാറ്റ്സിൻ്റെ മുന്നറിയിപ്പ്. മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കാതെ വെടിനിർത്തൽ സാധ്യമാകില്ലെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറയുന്നു. അതേസമയം സമ്പൂർണ്ണ യുദ്ധവിരാമമാണ് ഹമാസ് ആവശ്യപ്പെടുന്നത്. അങ്ങനെ സംഭവിച്ചാൽ മാത്രമേ മുഴുവൻ ബന്ദികളെയും കൈമാറൂവെന്നും ഹമാസ് നിലപാട് വ്യക്തമാക്കി. നിലവിൽ ഹമാസ് അംഗീകരിച്ച വെടിനിർത്തൽ കരാർ പ്രകാരം 60 ദിവസത്തെ പ്രാരംഭ വെടിനിർത്തലിനിടെ ബന്ദികളിൽ കുറച്ചു പേരുടെയും പലസ്തീൻ തടവുകാരുടെയും മോചനം സാധ്യമാകും. ഒപ്പം ഗാസയിലേക്കുള്ള സഹായ വിതരണം കൂടുതൽ അനുവദിക്കുകയും ചെയ്യും. 22 മാസങ്ങളായി ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയിൽ 62,192 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഗാസ സമ്പൂർണ്ണ പട്ടിണിയിലാണെന്ന് കഴിഞ്ഞ ദിവസം UN ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു.